ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഇതാ വീണ്ടും ഒരു വാർത്ത നിറയുകയാണ്. അത് ലോക്സഭയിൽ അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ ആദ്യമായി കൈയടിക്കുന്നത് തന്നെ ശശി തരൂരാണ്. രണ്ടാമതാണ് ബി.ജെ.പി നേതാക്കൾ കൈയടിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? അല്ല, പ്രതിപക്ഷ നിരയിലുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. ഇത് എവിടുന്നാ കയ്യടി വരുന്നതെന്ന് നോക്കിയപ്പോൾ അവരുടെ ബെഞ്ചിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇതൊരു നാണം കെട്ട ഏർപ്പാടായി പോയല്ലോ. അവരെ സഭയിലിട്ട് നാറ്റിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെയാണ് ഓർക്കുന്നത്? പിന്നെ ശശി തരൂരിനെയാണ്. അതാണിപ്പോൾ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറോട് കൂടി തന്നെ പാർട്ടിക്ക് മുകളിലായി. ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറയും പോലെ ഉയരം വെച്ച് പൊക്കം വെച്ചിട്ടുണ്ട്. കാരണം അതാണ് തരൂരിന് കുഴപ്പമുണ്ടാക്കിയത്. ഇപ്പം നമ്മൾ MP എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് വലിയ വിജയമൊന്നുമില്ല ശശി തരൂര്. അത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഔന്നത്യം വേറൊരു തരത്തിലാണ്. അത് പിന്നെ നരേന്ദ്രമോദിയൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹത്തിനൊരു ദൗത്യം കൊടുത്തു. അത് ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പോൾ പിന്നെ ആ പോയ സംഘത്തിലുള്ള മറ്റെത്ര പേരെ ആരറിയുന്നുണ്ട്? കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരി, പിന്നെ കേരളത്തിൽ നിന്ന് നോക്കിയാൽ CPM-ൽ നിന്ന് ബ്രിട്ടാസ്, മുസ്ലിം ലീഗിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, പിന്നീട് ഒവൈസിയുടെ ഹൈദരാബാദിൽ കനിമൊഴി, അതെ, ഇവരൊക്കെ പോയിട്ട് വന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വന്നപ്പോൾ അത് കോൺഗ്രസിനെ വെട്ടിലാക്കി. ഇപ്പോൾ പാർലമെൻറ്റിൽ ഇത് വിഷയം ചർച്ചയായതപ്പോൾ അമിത്ഷായുടെ പ്രസംഗത്തിലാണ് കൈയടിച്ചത്. കാര്യം കൃത്യമായി കാര്യങ്ങളെല്ലാം സഭയെ ധരിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ഈ കൈയടി ഉയർന്നത്. ഇനി ഇത് പൊതുജനത്തിന് എൻ്റെ മുമ്പിൽ എന്താണ് പറ്റിയിരിക്കുന്നത്? ഈ കോൺഗ്രസ്സുകാർക്ക് ഇനി ഇത് തിരിച്ചടിക്കാൻ പറ്റത്തില്ല. തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവരിതിനെ കാണുന്ന ഏത് തരത്തിലായിരിക്കും? രാജ്യവിരുദ്ധമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു എന്നായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ തരൂരിന് മേലൊന്നും ചെയ്യാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? തരൂരിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അച്ചടക്ക നടപടി എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തിനു വേണ്ടി? അത് നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ നടത്തിയതിൻ്റെ പേരിൽ, അദ്ദേഹത്തെ വാഴ്ത്തിയതിൻ്റെ പേരിൽ എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് ഒന്നുകൂടെ കെണിയിലാകുകയല്ലേ, മലന്ന് കിടന്ന് തുപ്പുന്നത് പോലെ ആകും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവരിങ്ങനെ നിലം തൊടാതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ ഇപ്പം എന്താണ്, രാഹുൽ ഗാന്ധിയൊക്കെ എന്താ സംസാരിക്കുന്നത്? എന്താ ഇന്ദിരാഗാന്ധിയുടെ ആ ധൈര്യമെങ്കിലും എന്തോ കാണിക്കൂ, ട്രംപിനോട് പറയാൻ കഴിയുമോ? അല്ലേ? ഇതെന്താ ഒരുതരം ഈ ബാലിശമായ കാര്യങ്ങളാണ്. ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒന്നും പാർലമെൻറ്റിൽ എന്താ കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇത് പാർലമെൻറ്റിലേക്ക് ആദ്യം പോകുന്നവർക്ക് രാജ്യതലസ്ഥാനത്ത് ഇതിന് പ്രത്യേക ക്ലാസ്സൊക്കെ ഉണ്ട്. കേരളത്തിൽ നിന്ന് പണ്ട് പിന്നെ CPM-ൻ്റെ ഒരു ബൗദ്ധിക തലത്തിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, അപ്പക്കുട്ടൻ വള്ളിക്കുന്ന്. ജീവിച്ചിരിപ്പുണ്ട്, എറണാകുളത്താണ്. പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുകയാണ്. ഇദ്ദേഹം അവിടെ ക്ലാസ് എടുക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിലെങ്ങനെയായിരിക്കണം ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്, ചോദ്യോത്തരവേള ഏത് തരത്തിലായിരിക്കണം, നിരവധി കാര്യങ്ങൾ അറിയാനുണ്ടെന്നേ. അല്ലാതെ ചുമ്മാ നമ്മൾ ഇവിടുന്ന് രാജ്യസഭയിലേക്ക് എടുത്തു എന്നും പറയുമ്പോൾ ഇവിടുന്ന് ബാഗും തൂക്കി നേരെ അങ്ങ് പോവുകയല്ല, അല്ലെങ്കിൽ ജയിപ്പിച്ച് വിട്ടാലും. ഇതൊന്നും ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും തന്നെ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി അതുകൊണ്ടാണല്ലോ രാഹുലിന് തുടർച്ചയായി പ്രതിപക്ഷ കസേരയിൽ ഇരിക്കേണ്ടി വരുന്നത്. അല്ല, പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നാൽ പോലും അതിനും ഒരു പിന്നെ പ്രധാനമന്ത്രിയോളം തന്നെ തലപ്പൊക്കം പ്രതിപക്ഷ സ്ഥാനത്തിനും ഉണ്ട്. കാരണം ഭരണം പാളിച്ച് എവിടെയെങ്കിലും പറ്റിയാൽ അതിനെ ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷ നേതാവാണ് ഉന്നയിക്കുന്നത്. AKG പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ അന്ന്. പിന്നെ ഈ ചെക്കൻ്റെ അപ്പൂപ്പന് അവിടെ ഇരുന്ന് കൃത്യമായിരുന്ന് കേൾക്കുമായിരുന്നല്ലോ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം AKG പ്രസംഗിക്കാൻ എഴുന്നേറ്റ സഭ വിട്ടു പോകത്തില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് അത്രത്തോളം വലിയ സ്ഥാനമാണുള്ളത്. ഇപ്പം ഈ പ്രിയങ്ക ഗാന്ധി ഈ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ പോലും പാർലമെൻറ്റിൽ ഇല്ലായിരുന്നു. എന്തൊരു ഗതികേടാണ്! നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള MP ആണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടാണല്ലോ അവിടുന്ന് വാങ്ങി ജയിച്ചു പോയതൊക്കെ.
എന്നിട്ട് ഇതൊക്കെ എന്താണെന്നറിയാമോ, ഈ ബില്ലിനെക്കുറിച്ചോ ഒന്നും തന്നെ വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ അറിയാതെ പോകുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശശി തരൂർ പറഞ്ഞ ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല, അത് പോയി പഠിക്കണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. കാരണം ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയല്ലേ, ആ ഒരു സ്ഥാനം ചേർത്ത് ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതറിയാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? തരൂരപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വിട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കൊടുക്കേണ്ടവർക്കെല്ലാം ശരിയായ രീതിയിൽ കൊടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസ്സിന്. ഈ മനീഷ് തിവാരി ഈ സോണിയയുടെ നേതൃത്വത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് 23 അംഗ സംഘം വന്നതിലെ ഒരാളാണ് ഈ മനീഷ് തിവാരി. ഇദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കാമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. നോക്കണേ, എന്നാൽ തരൂരിനോട് സംസാരിക്കാമോ എന്ന് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നു. അതെന്തിനു വേണ്ടി? അപ്പോൾ അത് വിദേശകാര്യ ബന്ധമുള്ള അദ്ദേഹത്തിന്റെ പേരാദ്യമില്ലായിരുന്നു. പിന്നീട് അത് കേന്ദ്ര ആണ് ഇടപെട്ട് ചെയ്തത്. ഇത് എന്താണ്, ഇപ്പുറത്തുനിന്ന് പിന്നെ കോൺഗ്രസ് പറയുമ്പോൾ അത് അംഗീകരിച്ചാൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് പിന്നെ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കും. അപ്പോൾ വിപ്പ് എന്താണ് ലംഘിച്ചു എന്നുള്ള രീതിയിൽ വരാം. അപ്പോൾ പാർട്ടി നടപടികളിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തരൂര് ഒരു മുഴം മുന്നേ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു പോലെ തന്നെ കോൺഗ്രസിനെ ഇട്ട് എന്താണ് വട്ടം ചുറ്റിക്കാനായിട്ട് നല്ല പ്രയത്നം നടത്തുന്നുണ്ട്. തരൂരിൻ്റെ ബ്രെയിനും ഉണ്ട്, തരൂരിന് പിന്നിൽ നല്ല രാഷ്ട്രീയ ചാണക്യന്മാരുടെ ബ്രെയിനും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം പാർലമെൻറ്റിൽ ഇത്തരത്തിൽ വീഴ്ത്താൻ പറ്റുന്നത് എങ്ങനെ? ഇത് ഇപ്പോൾ തരൂരിൻ്റെ ഈ സംഭവം ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂർ പാഠപുസ്തകത്തിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നല്ലതാണ്, പാഠപുസ്തകത്തിലാക്കണം, ഒരു വലിയ സംഭവമല്ലേ. ഇപ്പോൾ മറ്റു നമ്മൾ യുദ്ധങ്ങളൊക്കെ ചരിത്ര പുസ്തകത്തിൽ വരുന്നില്ല, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ശശി തരൂരും അതിനകത്ത് വരും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം മുഴുവൻ ഇങ്ങനൊരു ഒരു സംഘം യാത്ര തിരിച്ചു. അതിലെ ഒരു പ്രധാനിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തരൂർ ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചു പോകുന്നു, രാഹുൽ ഗാന്ധി താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ പോലും ശരിയായ രീതിയിൽ എന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളത് ഇല്ല. പാർലമെൻറ്റിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകാം, അത് ആർക്ക് വേണം, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ പ്രധാനമാകത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും മണ്ടത്തനം ഉണ്ടാകുന്ന പതിവാണ് അത്. അതെ, ഇപ്പം നമുക്ക് നമ്മുടെ നിയമസഭയിലെ പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പം പ്രഗത്ഭരായിട്ടുള്ളവരുടെയൊക്കെ പ്രസംഗം നമ്മളത് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് വായിക്കുന്നത്, നമുക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ ഒരു ചരിത്രം അതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ളതാണ്. പലരുടെയും ഒക്കെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ TM ജേക്കബിൻ്റെയൊക്കെ നിയമസഭയിലെ പ്രസംഗങ്ങളൊക്കെ പുസ്തക രൂപത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ ഒന്നുകൂടെ തരൂര് വെട്ടിലാക്കി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കോ, നമ്മളിടയ്ക്ക് പറഞ്ഞ് തരൂര് ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല, എല്ലാം ശാന്തമായി. ഇനി പാർലമെൻറ്റ് കഴിയുമ്പം അടുത്ത കാര്യത്തിലേക്ക് പോവും. ഇങ്ങനെ അനുദിനം കോൺഗ്രസിനെ വെട്ടിലാക്കി മുന്നേറുകയായിരിക്കും തരൂര് ചെയ്യുന്നത്.